welcome back to our history classes. This is Hybrid Campus. I am your history faculty Shahina Shereen. So, നമ്മൾ ഇന്ന് MS University MA History First Sem The History of Ancient and Early Medieval India എന്ന് പറയുന്ന കോർ പേപ്പറിലെ തേർഡ് യൂണിറ്റ് ആണ് സംസാരിക്കുന്നത്. ഈ തേർഡ് യൂണിറ്റ് ആണ് മൗര്യൻ ഇമ്പീരിയൽ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കറിയാം ഈ മൗര്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൗര്യൻ എംപയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എംപയർ ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ആദ്യത്തെ എംപയർ ആണ് ഏത്? ഈ മൗര്യൻ ഇമ്പീരിയൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൗര്യൻ എംപയർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മൗര്യൻ എംപയർ ആണ് നിലവിലുണ്ടായിരുന്ന മഹാജനപദങ്ങളെയൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നന്ദന്മാർ വരുന്നുണ്ട് അല്ലെ, പല ആളുകളും വരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ഈ മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ഒരൊറ്റ ഭരണത്തിന് കീഴിൽ ആക്കിയെടുത്തത് ആരാണ്? ഈ മൗര്യൻ ഡൈനാസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അവിടെ മൗര്യൻ എംപയറിനെ വളരെ വലിയൊരു സ്ഥാനം തന്നെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മൗര്യൻ എംപയർ എടുക്കുന്ന സമയത്ത് BC 321 അവസാനത്തെ നന്ദരാജാവായിരുന്ന ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് ആര് വരുന്നുണ്ട്? ചന്ദ്രഗുപ്ത മൗര്യൻ BC 321 മൗര്യൻ ഡൈനാസ്റ്റി അല്ലെങ്കിൽ മൗര്യൻ എംപയർ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് ഈ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച ഒരു വ്യക്തിയാണ് കൗഡില്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഈ കൗഡില്യന് മറ്റൊരു പേരാണ് ചാണക്യൻ, അതല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. യഥാർത്ഥ നാമം വിഷ്ണുഗുപ്തൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കൗഡില്യനെയാണ് നമ്മൾ ഇന്ത്യൻ മാക്കിയവെല്ലി എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ കൗഡില്യൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധനനന്ദൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു ആര്? ഈ കൗഡില്യൻ അഥവാ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. കൂടാതെ ചന്ദ്രഗുപ്ത മൗര്യനാകട്ടെ ധനനന്ദൻ്റെ സേനയിലുണ്ടായിരുന്ന ഒരു സേനാംഗം കൂടിയായിരുന്നു. പക്ഷേ എന്തോ ഒരു കാര്യത്തിന് ഈ ചന്ദ്രഗുപ്ത മൗര്യനും അതുപോലെ തന്നെ കൗഡില്യനും ധനനന്ദൻ്റെ അപ്രീതിക്ക് പാത്രമാവുകയും അവർ രണ്ടുപേരും നാടുവിടുകയും ചെയ്തു. ഇവിടെ ഈ കൗഡില്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കഴിവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അഭേദ്യനായിട്ടുള്ള നയതന്ത്രജ്ഞനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൗഡില്യനും ചന്ദ്രഗുപ്ത മൗര്യനും ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ ധനനന്ദനെതിരെ ആസൂത്രണങ്ങൾ നെയ്തു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ കൗഡില്യൻ്റെ സഹായത്തോട് കൂടിയിട്ട് ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് BC 321 മൗര്യൻ ഡൈനാസ്റ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് എംപറർ ആയിട്ട് അറിയപ്പെടുന്നതും ആരാണ്? നമ്മളുടെ ചന്ദ്രഗുപ്ത മൗര്യനാണ് കേട്ടോ. അപ്പോൾ അത് മറന്നു പോകരുത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ എംപറർ, മഹാചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ മഹാരാജാവായിട്ട് അറിയപ്പെടുന്നത് അതാരാണ്? ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യനാണ്. അപ്പം ഇവിടെ നമ്മൾ കൗഡില്യനെ കുറിച്ച് പറഞ്ഞല്ലേ, കൗഡില്യൻ, ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ, ഈ മൂന്ന് പേരിലും അദ്ദേഹം അറിയപ്പെടുന്നത്, നമ്മൾ കൂടുതലും നമ്മൾ ചാണക്യൻ എന്നുമൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ കൗഡില്യൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു അസാമാന്യ പ്രതിഭ കൂടിയായിരുന്നു. അതായത് നയതന്ത്രജ്ഞൽ അതീവ വൈദഗ്ധ്യമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു കൗഡില്യൻ എന്ന് പറയുന്നത്. അങ്ങനെ കൗഡില്യൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ് ഏത്? അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന വർക്ക്. അതായത് ഇത് കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ വർക്കാണ്. അതായത് മൗര്യൻ എംപയറിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എങ്ങനെയാണ്, എന്താണ് എന്നെല്ലാം വിവരിക്കുന്ന, അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് പോകേണ്ടത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാകണം എന്നുള്ളതെല്ലാം നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വർക്കാണ്, ഒരു പൊളിറ്റിക്കൽ വർക്കാണ് ഏത്? ഇവിടെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന വർക്ക്. അപ്പോൾ ഈ അർത്ഥശാസ്ത്രം രചിച്ച വ്യക്തിയാണ് കൗഡില്യൻ, ചാണക്യൻ ഓർ വിഷ്ണുഗുപ്തൻ. ഈ മൂന്ന് പേരുകൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ വിഷ്ണുഗുപ്തൻ എന്ന് കേട്ടാലും ചാണക്യൻ എന്ന് കേട്ടാലും കൗഡില്യൻ എന്ന് കേട്ടാലും ആരാണ്? മൂന്നും ഒരേ വ്യക്തി തന്നെ ആണ്. പിന്നീട് ഈ ചന്ദ്രഗുപ്ത മൗര്യനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ
എംബറർ എന്നറിയപ്പെടുന്നത്. BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. പാടലിപുത്രമായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന മഗധൻ സാമ്രാജ്യത്തെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളെ മറ്റ് മഹാജനപദങ്ങളെയും എല്ലാം ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതും ആരാണ്? ഈ ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെ ആയിരുന്നു. അങ്ങനെ ഈ ചന്ദ്രഗുപ്ത മൗര്യന് ഗ്രീക്കൻ ഭരണാധികാരികളുമായിട്ട് അല്ലെങ്കിൽ ഏൻഷ്യൻ ഗ്രീക്ക് ഭരണാധികാരികളുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നത് ആരായിരുന്നു? സെലൂക്കസ് നിക്കേറ്ററുമായിട്ട് കേട്ടോ. അങ്ങനെ സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു ഗ്രീക്ക് റൂളർ കൂടിയായിരുന്നു. പിന്നീട് അതുകൊണ്ട് തന്നെ ഈ സെലൂക്കസ് നിക്കേറ്റർ എന്ത് ചെയ്യുന്നു? ഈ ചന്ദ്രഗുപ്ത മൗര്യന് തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഈ മൗര്യൻ എംപയറും ഈ ഗ്രീക്ക് എംപയറുമായിട്ട് എന്തുണ്ടാകുന്നു? ഒരു മാട്രിമോണിയൽ അലയൻസ് അല്ലെങ്കിൽ ഒരു മാട്രിമോണിയൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സെലൂക്കസ് നിക്കേറ്റർ തൻ്റെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ, അതായത് ഇന്ത്യൻ സബ് കോണ്ടിലുള്ള ചില ഭാഗങ്ങൾ ആർക്ക് കൊടുക്കുന്നു? ചന്ദ്രഗുപ്ത മൗര്യന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ ഗ്രീക്ക് അംബാസഡർ ആയിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാര സദസ്സിലേക്ക് ആദ്യമായി എത്തിയ വിദേശിയാണ് ഇവിടെ മെഗസ്തനീസ് എന്നറിയപ്പെടുന്നത്. മെഗസ്തനീസിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വർക്കാണ് ഇന്ത്യക്ക എന്ന് പറയുന്ന വർക്ക്. ഈ ഒരു വർക്കിൽ നമുക്ക് ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലുള്ള ഇന്ത്യയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മൗര്യൻ ഡൈനാസ്റ്റിയുടെ ജനജീവിതത്തെ കുറിച്ചിട്ടും പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും എക്കോണമിയെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഈ മൗര്യൻ ഡൈനാസ്റ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് കൂടിയാണ് ഇവിടെ മെഗസ്തനീസിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന വർക്ക്. അതുപോലെ തന്നെ കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന വർക്ക്, അതുപോലെ തന്നെ വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം ഒക്കെ നമുക്ക് ഈ മൗര്യൻ ഡൈനാസ്റ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന വർക്കുകളാണ്. കൂടാതെ മൗര്യൻ ഡൈനാസ്റ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായി നമ്മളെ സഹായിക്കുന്ന മറ്റ് ചില വർക്കുകളുമുണ്ട്. അത് ലിറ്റററി സോഴ്സസുകൾ മാത്രമല്ല, അതല്ലെങ്കിൽ അതിൽ വരുന്ന മറ്റ് കാര്യങ്ങളാണ്. ആർക്കിയോളജിക്കൽ സോഴ്സസുകൾ വരുന്നുണ്ട്, കൂടാതെ കോയിൻസുകൾ വരുന്നുണ്ട്. കൂടുതലും സിൽവർ കോയിൻസുകളാണ് ഇവിടെ മൗര്യൻ ഡൈനാസ്റ്റിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ധാരാളം ഇൻസ്ക്രിപ്ഷൻസുകൾ, അതായത് നമുക്ക് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ ഇൻസ്ക്രിപ്ഷൻസുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്ക്രിപ്ഷൻസുകൾ നിലവിലുള്ളത് അശോകന്റെ ഭരണകാലഘട്ടത്തിലുള്ളവയാണ്. അശോകന്റെ പില്ലർ എഡിക്ട്സുകളും റോക്ക് എഡിക്ട്സുകളും മൈനർ ആൻഡ് മേജർ റോക്ക് എഡിക്ട്സുകളും എല്ലാം തന്നെ നമുക്ക് ഈ മൗര്യൻ എംപയറിന്റെ എസ്പെഷ്യലി അശോകന്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡാറ്റകൾ നമുക്ക് ലഭിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഴ്സസുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാര സദസ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഗ്രീക്കുമായിട്ട് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് സാധിച്ചെടുത്ത ചന്ദ്രഗുപ്ത മൗര്യന് ഈ ഗ്രീക്കുകാരുടെ അല്ലെങ്കിൽ ഗ്രീക്കൻ ലിറ്ററേച്ചറുകളിൽ സോഴ്സസുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് സാൻഡ്രോകോട്ടസ് എന്ന്. അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ ഈ ഗ്രീക്കൻ ഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ചരിത്രങ്ങൾ അറിയപ്പെടുന്നത് സാൻഡ്രോകോട്ടസ് എന്ന് പറയുന്ന പേരിലാണ്. ദെൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ മെഗസ്തനീസ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീക്ക് അംബാസഡർ. കൂടാതെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലാണ് മെഗസ്തനീസ് ഉണ്ടായിരുന്നത്. പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹം സ്ഥാനമൊഴിയുകയും തൻ്റെ പുത്രനായിട്ടുള്ള ബിന്ദുസാരന് സ്ഥാനം കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന വർഷങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതിന് ശേഷം അദ്ദേഹം ശ്രാവണ ബൽഗോളയിലേക്ക് പോവുകയും കർണാടകയിലെ ശ്രാവണ ബൽഗോളയിലേക്ക് അദ്ദേഹം പോവുകയും അവിടെ വെച്ച് അദ്ദേഹം സമാധിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ശ്രാവണ ബൽഗോളിലേക്ക് പോകാൻ കാരണം നമ്മൾ ജൈനിസം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ ശ്രാവണ ബൽഗോൾ എന്ന് പറയുന്നത് കർണാടകയിലെ ശ്രാവണ ബൽഗോൾ എന്ന് പറയുന്ന പ്രദേശം ജൈനിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്. അതിനർത്ഥം ചന്ദ്രഗുപ്ത മൗര്യൻ ഏത് മതമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? ജൈനിസമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തുകൊണ്ട് തൻ്റെ അവസാന നാൾ അദ്ദേഹം കർണാടകയിലെ ശ്രാവണ ബൽഗോളയിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം സമാധിയാവുകയും ചെയ്യുന്നത്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. അതിനുശേഷം വരുന്ന വ്യക്തിയാണ് ബിന്ദുസാര, അതായത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായിട്ടുള്ള ബിന്ദുസാര. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായിട്ടുള്ള ബിന്ദുസാരനും ഗ്രീക്കൻ ലിറ്ററേച്ചറിൽ ഒരു പേര് പറയുന്നുണ്ട്. ആ പേരാണ് അമിട്രോക്രാറ്റസ് എന്ന് പറയുന്ന പേര്. അമിട്രോക്രാറ്റസ് എന്ന് പറയുന്ന പേരിലാണ് ബിന്ദുസാരൻ ഗ്രീക്കൻ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ചരിത്രങ്ങളിൽ അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഗ്രീക്കുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ മൗര്യൻ സദസ്സിലേക്ക് വന്നിട്ടുള്ള ഗ്രീക്കൻ അംബാസിഡർ ആയിരുന്നു ഡെമേക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെമേക്കസ് ആണ് ബിന്ദുസാരന്റെ കൊട്ടാര സദസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഗ്രീക്ക് അംബാസിഡർ എന്ന് പറയുന്നത്. പിന്നീട് ബിന്ദുസാരന്റെ കാലയളവിന് ശേഷം അദ്ദേഹത്തിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് അശോകൻ എന്ന് പറയുന്നത് കേട്ടോ. അശോകൻ BC 273 മുതൽ BC 232 വരെയുള്ള കാലഘട്ടത്തിലാണ് മൗര്യൻ സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അശോകനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട് അല്ലേ. ഇവിടെ അശോകൻ അറിയപ്പെടുന്ന പേരാണ് ദേവനാംപിയ എന്നുള്ള പേര്. അതായത് ഗ്രീക്ക് ചരിത്രങ്ങൾ അദ്ദേഹം ദേവനാംപിയ, പീയദസി എന്നുമൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മഹാനായ ചക്രവർത്തി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അശോകന് പല വിവരണങ്ങളാണ് പല ചരിത്രങ്ങളിലും ലഭിക്കുന്നത്. അശോകൻ ഒരു രാജകുമാരനായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ പൗത്രൻ അഥവാ പേരക്കുട്ടിയായിരുന്നു അശോകൻ എന്ന് പറയുന്നത്. ബിന്ദുസാരന്റെ മകൻ കൂടിയായിരുന്നു അശോകൻ. അങ്ങനെ അശോകൻ രാജഭരണം ഏറ്റെടുക്കുന്നു. അദ്ദേഹം രാജഭരണം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കലിംഗ യുദ്ധം എന്ന് പറയുന്നത്. BC 261 കലിംഗ യുദ്ധം നടക്കുന്നത്. അപ്പം ഈ കലിംഗ യുദ്ധത്തിൽ എന്താ പറയുക, ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്, ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കലിംഗ യുദ്ധത്തിന്റെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം വരുന്നു. അതായത് അനേകായിരം ആളുകൾ മരിച്ചു കിടക്കുന്നു, ചിന്നിച്ചിതറി കിടക്കുന്നു. അത്തരത്തിലുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള ആ ഒരു സംഭവം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്, അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം തൻ്റെ അഹിംസ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ, ആ ഒരു പുതിയ കോൺസെപ്റ്റിനെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ഈ കലിംഗ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ കണ്ട് അതിൻ്റെ ഉൾപ്രേരണയാൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റം വരുന്നു. അദ്ദേഹം അതോട് കൂടിയിട്ട് ഹിംസാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് മാറിയിട്ട് അഹിംസാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിനെ അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അഹിംസ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ, അഹിംസ, ട്രൂത്ത് പോലെയുള്ള പ്രിൻസിപ്പിൾസുകൾ ഫോളോ ചെയ്യുന്ന ബുദ്ധിസത്തിലേക്ക് വരുന്നതും ആ ബുദ്ധിസത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുയായിയായിട്ട് മാറുന്നതും ഒക്കെ ആരാണ്, ഈ അശോകൻ ആണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് BC 261 നടന്നിട്ടുള്ള കലിംഗ യുദ്ധം ആയിരുന്നു. കൂടാതെ അദ്ദേഹം ബുദ്ധിസ്റ്റ് മതം സ്വീകരിക്കുന്നു. ബുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. ശ്രീലങ്കയിലേക്ക് തൻ്റെ മകനെ അദ്ദേഹം ബുദ്ധിസ്റ്റ് അംബാസഡറായിട്ടൊക്കെ അയക്കുന്നുണ്ട്. അപ്പം അന്ന് അതുവരെ ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുവാനും ഒക്കെ സഹായിച്ചത് ഈ അശോകൻ ആയിരുന്നു. ഇപ്പം അശോകന്റെ പില്ലർ എഡിക്സുകളിൽ മേജർ ആൻഡ് മൈനർ റോക്ക് എഡിക്സുകളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ബുദ്ധിസത്തെ കുറിച്ചിട്ട് അദ്ദേഹം തയ്യാറാക്കിയ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നതും ആരാണ്, ഈ അശോകനാണ് കേട്ടോ. പാടലിപുത്രത്തിലായിരുന്നു തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പം ഇതിന് നേതൃത്വം കൊടുത്തതും ആരാണ്, അശോകൻ തന്നെയാണ്. പിന്നീട് അശോകന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില ആർക്കിടെക്ചറൽ ഫോമുകളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാഞ്ചിയിലെ സ്തൂപം എന്ന് പറയുന്നത്. മധ്യപ്രദേശിലാണ് സാഞ്ചി ഉള്ളത്. ഈ സാഞ്ചിയിലെ സ്തൂപമാണ് അശോകന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്തൂപം എന്ന് പറയപ്പെടുന്നത്. മറ്റൊന്നാണ് ധമേക് സ്തൂപ എന്ന് പറയുന്നത്. ഇന്നത്തെ വാരണാസിയിലാണ് ധമേക് സ്തൂപ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്തൂപങ്ങൾക്കായിക്കോട്ടെ, പില്ലർ എഡിക്സുകൾക്കായിക്കോട്ടെ, റോക്ക് എഡിക്സുകൾക്കായിക്കോട്ടെ, ഇതിനൊക്കെ എന്തായിരിക്കും ഇത്രമാത്രം പ്രത്യേകതകൾ പറയാൻ കാരണം ഇതിലൊക്കെ നമ്മൾ കാണുന്നത് പ്രാകൃത ലിപിയിലുള്ള അശോകന്റെ ശാസനങ്ങളാണ്.
അതായത് അശോകൻ തൻ്റെ കാലഘട്ടത്തിലുള്ള തൻ്റെ രാജകൽപ്പനകളായിട്ടും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളായിട്ടും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ബുദ്ധിസത്തെക്കുറിച്ചൊക്കെ ആയിക്കോട്ടെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയപ്പെടുന്ന എഡിക്ട്സുകളിൽ നമ്മൾ കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് തന്നെ ഈ മേജർ മൈനർ എഡിക്ട്സുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ കലിംഗ വാറിനെ കുറിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരണങ്ങൾ എന്ന് പറഞ്ഞത് അശോകന്റെ 13th മേജർ എഡിക്ട്സിൽ നിന്നാണ്. കലിംഗ യുദ്ധം ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് മാനസാന്തരം വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 13th മേജർ റോക്ക് എഡിക്ട്സ് ആയിട്ടുള്ള അതിൽ നിന്നാണ്. അപ്പം അതിലാണ് കലിംഗ വാറിനെ കുറിച്ചിട്ട് അശോകൻ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊന്നാണ് അശോകാസ് ധമ്മ എന്ന് പറയുന്നത്, അശോകന്റെ ധർമ്മനയം. അപ്പോൾ നമ്മൾ ഈ ബുദ്ധിസം പറയുമ്പോൾ അതിൽ ഏറ്റവും അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ വളർച്ചയ്ക്ക് അശോകന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ഈ അശോകാസ് ധമ്മ പോളിസി അല്ലെങ്കിൽ അശോകന്റെ ധർമ്മനയം എന്ന് പറയുന്നത്. അതായത് അശോകന്റെ പില്ലർ എഡിക്ട്സുകളിലും റോക്ക് എഡിക്ട്സുകളിലുമൊക്കെ ക്രോസ് നമുക്ക് ഈ ഒരു മൗര്യൻ എംപയറിനകത്ത് കാണാൻ സാധിക്കുന്നവയാണ് ഈ അശോകാസ് ധമ്മ പോളിസി എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസയെ പ്രൊമോട്ട് ചെയ്യുന്ന വെൽഫെയർ പോളിസികളെ പ്രൊമോട്ട് ചെയ്യുന്നവയാണ് ഈ അശോകന്റെ ധർമ്മ നയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടാതെ ബുദ്ധിസ്റ്റ് മിഷൻസിന് വേണ്ടിയിട്ടും അതായത് ബുദ്ധിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ആളുകൾ സഞ്ചരിക്കുന്ന യാത്രാ പാതകൾക്ക് ഇരുവശങ്ങളിലുമൊക്കെയായിട്ട് അദ്ദേഹത്തിന്റെ ധർമ്മ പോളിസിയുടെ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഇൻസ്ക്രിപ്ഷണൽ മെത്തഡിൽ നമുക്ക് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ധർമ്മ നയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അശോകന്റെ കാര്യം പറയുമ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് BC 261 കലിംഗ യുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ റോക്ക് എഡിക്ട്സുകള്, പില്ലർ എഡിക്ട്സുകള്. ഇപ്പൊ നമുക്കറിയാം ഈ ബുദ്ധിസം എന്ന് പറയുമ്പോൾ അത് ഇത്രയും വലിയൊരു മതമായിട്ട് മാറുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നതും ആരാണ്? തീർച്ചയായിട്ടും അശോകൻ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ മൗര്യൻ ഇമ്പീരിയൽ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ മൗര്യൻ സാമ്രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പ്രദേശങ്ങളെല്ലാം ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഒരു വലിയൊരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് സ്ഥാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈലി സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആണ് വിത്ത് ആൻ എഫിഷ്യൻ ബ്യൂറോക്രസിയുള്ള ഒരു ഗവേണൻസ് ആണ് നമുക്ക് ഈ മൗര്യൻ സാമ്രാജ്യത്തിൽ ഒട്ടാകെ കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ അർത്ഥശാസ്ത്രം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ മൗര്യൻ ഭരണ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചറുകൾ വിവരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ് ഏത്? കൗടില്യൻ്റെ അല്ലെങ്കിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ടെക്സ്റ്റ്. അപ്പം ഈ അർത്ഥശാസ്ത്ര പ്രകാരം 7 കാര്യങ്ങൾ ഒരു രാജ്യത്ത് വേണം എന്നാണ് കൗടില്യൻ പ്രതിപാദിക്കുന്നത്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ രാജ്യത്തെ അല്ലെങ്കിൽ എംപയറിനെ പ്രൊവിൻസസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊവിൻസസുകളിലൊക്കെ റോയൽ ഒഫീഷ്യൽസുകൾ, രാജകുമാരന്മാരോ അല്ലെങ്കിൽ മറ്റ് റോയൽ ഒഫീഷ്യൽസുകളോ ആണ് ഓരോ പ്രവിശ്യകളിലും ഭരണം നടത്തുന്നത്. അത്തരത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരാളാണ് ആര്? അശോകൻ ചക്രവർത്തി. ഓക്കെ, അപ്പോൾ ഈ റോയൽ ഒഫീഷ്യൽസുകൾ ആണ് ഇവിടെ രാജ്യത്തിൻ്റെ പ്രവിശ്യകൾ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കൂടാതെ ഈ മൗര്യൻ എംപയറിന് ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പൈ സിസ്റ്റം, ഒരു ചാര സംവിധാനവും ഉണ്ടായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ നിയന്ത്രണം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട് ഈ മൗര്യൻ എംപയറിൽ ശക്തമായിട്ടുള്ള ഒരു സ്പൈ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള സ്ട്രോങ് സ്പൈ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നതാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയായിരുന്നു അവിടെ ഒരു സ്പൈ സിസ്റ്റം നിലവിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന 7 എലമെന്റ്സ് ഓഫ് ഗവൺമെന്റ് ആണ്. അതാണ് നമ്മൾ സപ്താംഗ തിയറി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ,
സപ്താംഗം എന്ന് പറഞ്ഞാൽ 7 എലമെന്റ്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ 7 അംഗങ്ങൾ എന്നുള്ളവയാണ്. അതായത് ഇവിടെ കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിലൂടെ പറയുന്നത് ഒരു രാജ്യത്തിൽ ഭരണകാര്യത്തിൽ എന്ത് വേണം, പ്രധാനമായിട്ടും 7 അംഗങ്ങൾ വേണം, അല്ലെങ്കിൽ 7 എലമെന്റ്സുകൾ വേണമെന്നാണ് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിലൂടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 7 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് സ്വാമിയാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരിയാണ്. അതായത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഒരു കേപ്പബിൾ ആയിട്ടുള്ള, എങ്ങനെ ലോ ആൻഡ് ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്, സ്വാമി അഥവാ രാജാവ് എന്നാണ് ഇവിടെ കൗടില്യൻ പറയുന്നത്. രണ്ടാമത്തേത് അമാത്യയാണ്. അമാത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് ഓർ ഒഫീഷ്യൽസുകളാണ് കേട്ടോ. ഇവിടെ അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ വിത്ത് നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അമാത്യന്മാർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ഇഫക്റ്റീവ് ഗവേണൻസ്, ഭരണം ഉറപ്പുവരുത്തുവാൻ ആർക്ക് സാധിക്കണം, ഇവിടെ ഈ മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അമാത്യന്മാർക്ക് സാധിക്കണമെന്നാണ് കൗടില്യൻ പറയുന്നത്. മൂന്നാമത്തേത് ജനപദയാണ്. അതായത് ടെറിറ്ററി ആൻഡ് പോപ്പുലേഷൻ. ഇപ്പം നമുക്കറിയാം ഒരു രാജ്യം വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ ടെറിറ്ററി വേണം അല്ലേ. അപ്പം ഒരു രാജ്യത്തിന് എന്ത് വേണം, വിസ്തൃതമായിട്ടുള്ള ഒരു ടെറിറ്ററി വേണം. അതായത് സെൽഫ് സഫിഷ്യൻറ്റ് റീജിയൻ ആയിരിക്കണം ആ ഒരു രാജ്യത്തിൻ്റെ ടെറിറ്ററി എന്ന് പറയുന്നത്. കൂടാതെ ലോയൽ പോപ്പുലേഷൻ സ്ട്രെങ്തനും ആ ഒരു സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കണമെന്നാണ് കൗടില്യൻ പറയുന്നത്. ഇനി നാലാമത്തേത് ദുർഗയാണ്. ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽസുകളാണ്. നമുക്കറിയാം ഏതായിരുന്നു മൗര്യൻ എംപയറിന്റെ തലസ്ഥാനം, പാടലിപുത്രമായിരുന്നു അല്ലേ. അപ്പോൾ ഈ പാടലിപുത്രത്തിലൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ഫോർട്ടിഫിക്കേഷൻസിലൂടെ അല്ലെങ്കിൽ കോട്ടകൾ കെട്ടി അത് സുരക്ഷിതമായ രീതിയിലാണ് എന്ത് വേണ്ടതെന്നാണ് പറഞ്ഞത്, ഓരോ തലസ്ഥാന നഗരികളും വേണ്ടതെന്നാണ് ഇവിടെ കൗടില്യൻ പറയുന്നത്. അതായത് ആ ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ട്രോങ് ഹോൾഡിന് വേണ്ടിയിട്ട് ഫോർട്ടുകൾ വേണം, കോട്ടകൾ വേണം. അതായത് എക്സ്റ്റേണൽ ത്രെട്ടനിങ്സിൽ നിന്നും ഇൻവേഷൻസുകളിൽ നിന്നും രാജ്യത്തെ കിണ്ടത്തെ സുരക്ഷിതമാക്കുവാനായിട്ട് ഫോർട്ടുകൾ വേണം, കോട്ടകൾ വേണമെന്നാണ് ഇവിടെ കൗടില്യൻ ദുർഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഞ്ചാമത്തേത് കോശയാണ് അഥവാ ട്രഷറിയാണ് കേട്ടോ. ഒരു രാജ്യമാകുമ്പോൾ അവിടെ എന്ത് വേണം, സമ്പത്ത് വേണം അല്ലേ. അതായത് ഒരു വെൽ മാനേജ്ഡ് എക്കോണമി വേണം. കൂടാതെ ഫിനാൻഷ്യൽ റിസർവുകൾ ആ ഒരു രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്തിന് എസെൻഷ്യൽ ആണെന്നാണ് ഇവിടെ കോശ അഥവാ ട്രഷറി കൊണ്ട് കൗടില്യൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ദണ്ഡ എന്ന് പറയുന്നത്. ദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയാണ് കേട്ടോ. ആർമി ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ആണ് ഇവിടെ ദണ്ഡ എന്നതുകൊണ്ട് കൗടില്യൻ അർത്ഥമാക്കുന്നത്. അതായത് ഇവിടെ നമുക്കൊരു സ്ട്രോങ് മിലിറ്ററി ഫോഴ്സ് വേണം, ഒരു ജസ്റ്റിസ് സിസ്റ്റം വേണം, ഒരു സെക്യൂരിറ്റി ആൻഡ് ഓർഡർ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിനകത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കുവാനായിട്ട് ആർക്ക് സാധിക്കുകയുള്ളൂ, രാജാവിന് സാധിക്കുകയുള്ളൂ. കൂടാതെ എക്സ്റ്റേണൽ ത്രെട്ടനിങ്സിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുവാനും ആർക്ക് സാധിക്കും, ഈ പറയപ്പെടുന്ന സ്ട്രോങ് മിലിറ്ററിക്ക് സാധിക്കും. ഓക്കെ. ദെൻ ഏഴാമത്തതാണ് ഇവിടെ മിത്ര എന്ന് പറയുന്നത്. അതായത് അലയൻസസുകളും ഫോറിൻ റിലേഷൻസുകളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതായത് ഇതൊരു ഡിപ്ലോമസി ആൻഡ് സ്ട്രാറ്റജിക് അലയൻസസുകൾ രാജ്യത്ത് വേണം. മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ആൻഡ് സ്ട്രാറ്റജിക് അലയൻസസുകൾ വേണം. അത് എന്ത് ചെയ്യുന്നു, യുദ്ധങ്ങളിൽ നിന്നും സമാധാനത്തിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് ഇവിടെ കൗടില്യൻ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 7 എലമെന്റ്സ് ഓർ സപ്താംഗ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? ഒന്നാമത്തേത് സ്വാമി അല്ലേ. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂളർ ഓർ കിങ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് അമാത്യയാണ്. അമാത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് ഓർ ഒഫീഷ്യൽസുകളാണ്. മൂന്നാമത്തേത് ജനപദ അതായത് ടെറിറ്ററി ആൻഡ് പോപ്പുലേഷൻ. 4 ദുർഗ അതായത് ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽ ആണ്. അഞ്ചാമത്തേത് കോശ അഥവാ ട്രഷറിയാണ്. 6 ദണ്ഡ അഥവാ ആർമി ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ആണ്. 7 മിത്ര അതായത് അലീസ് ആൻഡ് ഫോറിൻ റിലേഷൻസുകളാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, ഈ 7 എലമെന്റ്സുകളാണ് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിലൂടെ ഒരു എംപയറിന് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഇമ്പീരിയൽ സ്റ്റേറ്റിന് വേണ്ടത് എന്നാണ് അദ്ദേഹം അനുശാസിക്കുന്നത്. അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് മൗര്യൻ എംപയറിൻ്റെ ഭരണം കാണുവാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ രാജ്യം ഒരു എംപയർ ഉണ്ട്, എംപയറിനെ പ്രൊവിൻസസുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊവിൻസസുകളിൽ റോയൽ ഒഫീഷ്യൽസുകളൊക്കെയാണ് ഗവർണർമാരായിട്ട് ഭരണം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്.
കൂടാതെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് സപ്താംഗ തിയറി അഥവാ ദ തിയറി ഓഫ് 7 എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിലൂടെ പറയുന്ന 7 എലമെൻസുകൾ ഈ രാജ്യത്ത് വേണം എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു രാജ്യം എന്ത് ചെയ്യുന്നുള്ളൂ, ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയുള്ളൂ എന്നാണ് ഇവിടെ കൗടില്യൻ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് മൗര്യൻ ഇമ്പീരിയൽ സ്റ്റേറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന എക്കോണമി എങ്ങനെയാണ്, അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേകിച്ച് ഏൻഷ്യൻ കാലഘട്ടങ്ങളിലൊക്കെ ഏതൊരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ഭരണം എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ടെറിട്ടറി എടുത്തു കഴിഞ്ഞാലും അവിടുത്തെയൊക്കെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു നട്ടെൽ എന്ന് പറയുന്നത് ഏതാണ്? തീർച്ചയായിട്ടും അഗ്രികൾച്ചർ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ മൗര്യൻ സ്റ്റേറ്റിലും അതിൻ്റെ ഒരു എക്കോണമി ബാക്ക് ബോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഗ്രികൾച്ചർ തന്നെ ആയിരുന്നു. അതായത് ഈ ഒരു അഗ്രികൾച്ചറിൻ്റെ മുകളിൽ, അതായത് മൗര്യൻ സ്റ്റേറ്റിൻ്റെ അകത്ത് വരുന്ന പ്രദേശങ്ങളിലെ അഗ്രികൾച്ചറിൻ്റെ മുകളിൽ സ്റ്റേറ്റിന് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവിടെ മറ്റ് ഇൻഡസ്ട്രീസുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാത്തിൻ്റെയും ഓവർ കൺട്രോൾ ആരുടെ കൈകളിലായിരുന്നു? തീർച്ചയായിട്ടും സ്റ്റേറ്റിൻ്റെ കൈകളിൽ തന്നെയായിരുന്നു. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ മാത്രമല്ല ട്രേഡുകളും നിലവിലുണ്ടായിരുന്നു. അപ്പം ഗ്രീസുമായിട്ടും പേർഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ ഇവിടെ മൗര്യൻ ജനതയ്ക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ടും അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ടും ഒക്കെ നടക്കാറുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ ഒരു ടാക്സേഷൻ സിസ്റ്റവും ഉണ്ടായിരുന്നു. അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സേഷൻ സിസ്റ്റവും എവിടെ ഉണ്ടായിരുന്നു? ഈ മൗര്യൻ സ്റ്റേറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് മൗര്യൻ എംപയറിൻ്റെ ഡിക്ലൈനിലേക്കാണ് കേട്ടോ. അപ്പോൾ അശോകൻ്റെ ഭരണശേഷം ശക്തമായിട്ടുള്ള രാജാക്കന്മാരുടെ അഭാവം മൗര്യൻ എംപയറിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യൻ മുതൽ ചന്ദ്രഗുപ്ത മൗര്യനായിക്കോട്ടെ, ബിന്ദുസാരനായിക്കോട്ടെ, അശോകനായിക്കോട്ടെ, ഈ ആദ്യത്തെ 3 രാജാക്കന്മാരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അതിനുശേഷം വരുന്ന രാജാക്കന്മാരെല്ലാം തന്നെ വീക്കായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഈ വീക്ക് റൂളേഴ്സുകളുടെ അത് മൂലം തന്നെ നമുക്കൊരു ഡീസെൻട്രലൈസേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെൻറ് പതിയെ ഗ്രാജ്വലി എന്താകുന്നു? ഡീസെൻട്രലൈസ്ഡ് ആയി മാറാൻ തുടങ്ങുന്നു. പതിയെ റീജിയണൽ പവേഴ്സുകൾ എമർജ് ചെയ്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടാതെ ഗ്രീക്കിൻ്റെയും സെൻട്രൽ ഏഷ്യൻ ട്രൈബ്സിൻ്റെയും ഒക്കെ ഇൻവേഷൻസുകളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ത്രെട്ടനിങ്സുകളും കൂടാതെ ഇൻറ്റർണൽ കോൺഫ്ലിക്റ്റുകളും ഈ മൗര്യൻ സ്റ്റേറ്റിൻ്റെ അകത്ത് ഈ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് അശോകന് ശേഷമാണ് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം ക്ഷയിക്കുന്നതിലേക്ക്, രാജ്യത്തിൽ സുശക്തമായിട്ടുള്ള ഒരു ഭരണം ഇല്ലാതാകുന്നതിലേക്ക് ഈ പറയപ്പെടുന്ന കാരണങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ മൗര്യൻ ഭരണം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് ഇവിടെ അവസാനത്തെ മൗര്യൻ റൂളറായിരുന്ന ബൃഹദ്രഥനെ വധിച്ചുകൊണ്ട് പുഷ്യാമിത്ര സുംഗ ഡൈനാസ്റ്റി സ്ഥാപിച്ചു. അതോടുകൂടിയിട്ടാണ് ഇവിടെ മൗര്യൻ ഭരണം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത്. അതായത് നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യൻ എങ്ങനെയാണ് വന്നത്? അവസാനത്തെ നന്ദ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്ന ധനനന്ദനെ അട്ടിമറിയിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കിയ കൗടില്യൻ്റെ സഹായത്തോട് കൂടിയിട്ട് രാജാവാകുന്നു. അങ്ങനെ മൗര്യൻ എംപയർ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മിനിസ്റ്റർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രമാണിയായിരുന്ന മൗര്യൻ കാലഘട്ടത്തിലെ ഒരു പ്രമാണിയായിരുന്ന പുഷ്യാമിത്ര സുംഗൻ, അദ്ദേഹവും ഒരു അട്ടിമറിയിലൂടെ ഈ ബൃഹദ്രഥനെ വധിക്കുകയും പകരം മൗര്യൻ ഡൈനാസ്റ്റിക്ക് പകരം അവിടെ ശുംഗ ഡൈനാസ്റ്റി സ്ഥാപിക്കുകയും ചെയ്തു. ഇതോട് കൂടിയിട്ട് ഇവിടെ മൗര്യൻ ഡൈനാസ്റ്റി തകർന്നു പോവുകയാണ്, പൂർണ്ണമായിട്ടും തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു മൗര്യൻ ഇമ്പീരിയൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മൗര്യൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് പറയുവാനായിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.